1991 24-ാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ മലയാള മനോരമയുടെ റിപ്പോർട്ടറായിട്ട് ഞാൻ വരുമ്പോൾ 2 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞുള്ള ആദ്യത്തെ അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇപ്പോഴത്തെ 24-കാരൻ്റെ അവസ്ഥയല്ല ഞങ്ങളുടെ 24 വയസ്സ്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയും ബാക്കി എല്ലാ മീഡിയയും കണ്ടും കേട്ടും ഉണ്ടായി വീഴുന്ന നിമിഷം മുതൽ കണ്ട് വളരുന്നതുകൊണ്ട് എക്സ്പോഷേഴ്സ് ഒത്തിരി കിട്ടിയിട്ടാണ് 24 വയസ്സിലൊരാളെത്തുക. ഞങ്ങളുടെയൊക്കെ 24 വയസ്സെന്ന് പറഞ്ഞാൽ പലതും ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കൗതുകമുള്ള ഒരു കുട്ടിയെ പോലെയാണ് ഞാൻ ആലപ്പുഴയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. ആ സമയത്ത് എൻ്റെ കൗതുകം ജ്വലിപ്പിച്ച, എൻ്റെ ജിജ്ഞാസ ജ്വലിപ്പിച്ച, എന്നെ സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഒരാളാണ് ഫാദർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ. അദ്ദേഹം വന്ന് എനിക്ക് തോന്നുന്നു പൂങ്കാവ് പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയാണ്. പള്ളിയിലെ കാട്ടൂർ പള്ളിയിലെ എന്തോ ഒരു വാർത്തയാണ്. അദ്ദേഹത്തിനൊരു കൈനറ്റിക് കൊണ്ടേ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ സഹായിയുടെ ആണെന്ന് തോന്നുന്നു. എന്തായാലും 2 പേരും കൂടെ മനോരമ ഓഫീസിൽ, അവിടെ പഴവങ്ങാടിയിലുള്ള മനോരമ ഓഫീസിൽ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സ്നേഹം, സൗഹൃദം, അത് പിന്നെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്നുകിൽ ഞാൻ പള്ളിമേടയിൽ പോവും, അല്ലെങ്കിൽ അച്ഛൻ ഓഫീസിൽ വരും. അങ്ങനെ വളരെ തീവ്രമായി തുടരുമ്പോഴാണ് 1 വർഷം കഴിഞ്ഞ് എനിക്ക് പത്തനംതിട്ടയ്ക്ക് മാറ്റമാകും. അപ്പോൾ അച്ഛൻ മനോരമ ഓഫീസിൽ വന്നിട്ട് എനിക്കൊരു ഉപഹാരം തരുന്നതിനെപ്പറ്റി സംസാരിച്ചു. നേരത്തെ സ്വാഗതം പറഞ്ഞ ജോമോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അപ്പം ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടതൊരു കാര്യമാണ്, എനിക്കൊരു ബൈബിൾ വേണം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗിഡിയൻസ് ഇൻ്റർനാഷണലിൻ്റെ ബൈബിൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ ഭാഷ എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ബൈബിൾ വേണം. അതാണ് അച്ഛനോട് ആവശ്യപ്പെട്ടത്. ഏതാനും നാളുകൾക്ക് ശേഷം പത്തനംതിട്ടയിലിരിക്കുമ്പോൾ എൻ്റെ വിവാഹം വരികയും വിവാഹ സമ്മാനമായിട്ട് തപാലിൽ ചുവന്ന ചട്ടയുള്ള ഒരു ബൈബിൾ എനിക്ക് എത്തിച്ചേരുകയുണ്ടായി. അത് അയച്ചു തന്നത് ഫാദർ വി.പി. ജോസഫ് വലിയ വീട്ടിലാണ്. പാലാ ഓശാന പബ്ലിക്കേഷൻസിൻ്റെ ആ ബൈബിളാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൈവശമുള്ളതും ഞാൻ വായിക്കുന്നതും. ആ ബൈബിൾ വായിച്ചിട്ട് ഞാൻ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയുടെ കിഴക്കേറ്റത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ഭാഗത്തൊക്കെയുള്ള ചില പള്ളികളിലൊക്കെ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ബൈബിളിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തിയത് ബൈബിൾ കരതലാമലകം പോലെ കൈകാര്യം ചെയ്യുന്ന തമ്പുരാൻ എന്നാണ് സ്വാഗതം പറഞ്ഞത്. അപ്പോൾ അതിനെന്നെ പ്രാപ്തനാക്കിയത് അച്ഛനാണ്. അപ്പോൾ ആ നന്ദിയും കടപ്പാടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബൈബിളിനെ പറ്റി, അച്ഛൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്ന പരിസ്ഥിതിയെ പോലെ തന്നെ എൻ്റെ ബൈബിളിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തതും ബൈബിളിലെ പരിസ്ഥിതിയാണ്. അത് കേന്ദ്രീകരിച്ച് എഴുതിയ പുസ്തകമാണ് കഴിഞ്ഞ മാരാമൺ കൺവെൻഷനിൽ മാരാമൺ മണപ്പുറത്ത് വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടത്, ബൈബിളിലെ പച്ചത്തുരുത്തുകൾ. ഞാനത് സൂചിപ്പിച്ചത് ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം, അതിൻ്റെ ഒരു തീവ്രത പറയാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹബന്ധം കൊണ്ട് മാത്രം ഇന്നിവിടെ വരേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വരാനുള്ള മറ്റൊരു കാരണം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകത്തിൻ്റെ ഒരു മഹത്വമാണ്. അവസാനത്തെ അതിഥി എന്ന് പറയുന്ന നോവൽ, അതിൽ 2 വോള്യമാണ്. ആദ്യത്തെ വോള്യം 572 പേജ്, 2-ാം വോള്യം 476 പേജ്, ആകെ 1048 പേജ്. ഇത്തരമൊരു വലിയ പുസ്തകം ഞാൻ ഇതിനു മുമ്പ് വായിക്കുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. വിലാസിനിയുടെ M.K. മേനോൻ എന്ന് പറയുന്ന ആളിൻ്റെ തൂലികാനാമമാണ് വിലാസിനിയുടെ അവകാശികൾ എന്ന 4000 പേജുള്ള പുസ്തകമാണ്. 4 വോള്യം 1000 പേജിൻ്റെ. അതായിരുന്നു ഇതിനു മുമ്പ് വായിച്ച ഇത്രയും ബൃഹത്തായ ഒരു പുസ്തകം. അതിനുശേഷം ഏതാണ്ട് 40 വർഷത്തിന് ശേഷം ഇപ്പോൾ അച്ഛൻ്റെ പുസ്തകം വായിക്കുകയാണ്. 1048 പേജ് ഒരു നോവലിനെ സംബന്ധിച്ചോളം ഈ കാലത്ത് ഒരു വലിയ സംഖ്യയാണ്. പക്ഷേ ആ പുസ്തകം, ഈ 1048 പേജും വായിക്കുമ്പോൾ, അതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു വിസ്മയത്തിൻ്റെ ലോകത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അവതാരികയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജിജോ ജോൺ പുത്തേഴത്ത് പറയുന്നത് പോലെ, ഇത് വായിക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ തുടക്കത്തിൽ പുസ്തകത്തിൻ്റെ കവറിൽ ഫാദർ വി.പി. അച്ഛൻ കൃപാസനം എന്ന് എഴുതി വെച്ചതുകൊണ്ട് മാത്രം ഇതൊരു ക്രിസ്തീയ പുരോഹിതൻ എഴുതിയതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആ പേരവിടെ ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊരു ക്രിസ്തീയ പുരോഹിതൻ എഴുതിയതാണ് എന്ന് തോന്നുകയില്ല. അത്രമാത്രം വൈവിധ്യപൂർണമായ വിവിധതരം സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നതായ, ഭാരതത്തിൻ്റെ തന്നെ തെക്കു മുതൽ വടക്കു വരെയുള്ള പ്രദേശങ്ങളെയും അവിടെയുള്ള
മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതായ ഒരു വലിയ ആഖ്യാനമാണ് ഈ നോവൽ. 1984 ഭോപ്പാൽ വാതക ദുരന്ത ദിവസം ജനിച്ച ഡോക്ടർ സിദ്ധാർത്ഥ് ജഗന്നാഥ് എന്ന് പറയുന്ന ആള്, അതാണ് കഥ, ഈ നോവലിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ ജനനത്തിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഭോപ്പാൽ വാതക ദുരന്തത്തെപ്പറ്റി ആദ്യ ഭാഗത്ത് കുറേ പറഞ്ഞ ശേഷം സിദ്ധാർത്ഥ് ജഗന്നാഥ് യഥാർത്ഥ സിദ്ധാർത്ഥനായ ഗൗതമ ബുദ്ധൻ്റെ ബുദ്ധഗയ തേടി പോകുന്നു. അവിടെ നിന്നുള്ള യാത്രയുടെ പിന്നീട് എത്തിച്ചേരുന്ന അഗസ്ത്യനിലും ആദിശങ്കരനിലും അർത്തുങ്കലിലും അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഈ യാത്ര. വിവിധ സംസ്കാരങ്ങൾ, കടലിൻ്റെ സംസ്കാരം, കാടിൻ്റെ സംസ്കാരം, പരിസ്ഥിതിയെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യം എല്ലാം പറഞ്ഞ് അവസാനം ദീർഘായുസ്, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു, ദീർഘായുസ് എങ്ങനെ നേടാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരീക്ഷണത്തിലാണ് ഈ നായകൻ. നോവൽ അവസാനിക്കുമ്പോൾ 1048 പേജിൽ ആരോടും പറയാതെ ഇദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ്. അതാണ് ആ നോവലിൻ്റെ ഐറണി. അതായത് ദീർഘായുസ് നേടിയിട്ട് എന്തു ചെയ്യാൻ, ഉള്ള ആയുസ്സിൽ മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ലേ പ്രധാനം എന്ന ഒരു ചിന്ത, ആ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു മഹത്തായ പുസ്തകമാണിത്. നമ്മൾ നോവലുകളുമൊക്കെ വായിക്കുമ്പോൾ പൊതുവെ നോവലുകളെ 3ആയിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഞാൻ മനസ്സിന് മാത്രം സന്തോഷം തരുന്ന പുസ്തകങ്ങളുണ്ട്, അത് വായിക്കുമ്പോൾ വലിയ രസം തോന്നും. വായിച്ച് പുസ്തകം അടച്ചു വെച്ചാൽ പിന്നെ നമുക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല, പിന്നൊന്നും ആലോചിക്കാനില്ല, നമ്മളാ പുസ്തകം മറന്നു. ഒരു കാലത്ത് പൈങ്കിളി നോവലുകൾ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ജനപ്രിയ നോവലുകൾ എന്ന് പറയുന്നു. പക്ഷേ അത് ജനലക്ഷങ്ങളിലേക്കെത്തും, ഒരുപാട് ആളുകളിലെത്തും. പക്ഷേ അത് ആ നോവലോ ആ നോവൽ എഴുതിയ എഴുത്തുകാരനോ ആ ദിവസത്തിനപ്പുറം അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അറിയപ്പെടാതെ പോവും. 2ാം തരം പുസ്തകം ബുദ്ധിയെ മാത്രം അല്ലെങ്കിൽ ബുദ്ധിയെ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകളൊക്കെ പറയുന്നത് വളരെ കുറച്ച് പേരിലേ അതെത്തുകയുള്ളൂ. വളരെ ജനലക്ഷങ്ങൾ, ജനസാമാന്യമൊന്നും അത് ഏറ്റെടുക്കുകയില്ല. അതേപോലുള്ള പുസ്തകങ്ങൾ, ഇപ്പം നോവലുകളിൽ നമ്മുടെ ആനന്ദമൊക്കെ എഴുതുന്ന നോവലുകൾ വളരെ കുറച്ച് പേരിലേ എത്തുകയുള്ളൂ. പക്ഷെ അത് കാലത്തെ അതിജീവിക്കും. കുറേ കാലം കഴിഞ്ഞിട്ട് മനുഷ്യ രാശി മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും അതിന് വീണ്ടും വായനകളുണ്ടാവും. മറ്റൊരു തരം പുസ്തകമുണ്ട്, മനസ്സിനെയും ബുദ്ധിയെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന പുസ്തകങ്ങൾ. അതിലൊരു ദർശനമുണ്ടാകും, അതിൽ ലോകത്തിലെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമുണ്ടാകും, മാനവരാശിയെ സമ്പന്നമാക്കുന്ന ഒരുപാട് കണ്ടെത്തലുകളുണ്ടാവും. അത്തരം പുസ്തകങ്ങൾ ജനലക്ഷങ്ങളിലേക്ക് എത്തുകയും കാലത്തെ അതിജീവിക്കുകയും ചെയ്യും. അത്തരം പുസ്തകങ്ങളുടെ ഗണത്തിലാണ് അച്ഛൻ്റെ ഈ അവസാനത്തെ അതിഥിയെ ഉൾപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ വായനയിലൂടെ നിങ്ങൾക്കും അത് ബോധ്യമാകും. അച്ഛൻ്റെ ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ കേരളം ഒരു വലിയ സാംസ്കാരിക ദുരന്തത്തിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന് ഞാൻ പറയും. നമ്മളെപ്പോഴും നവോത്ഥാനത്തെപ്പറ്റി പറയാറുണ്ട്. നവോത്ഥാനം ഏതാണ്ട് 200 വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന, ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്നു, ലോകമൊട്ടാകെ ഉണ്ടായിരുന്നു പലതരം നവോത്ഥാന പ്രവർത്തനങ്ങൾ. കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനം അത് വൈവിധ്യങ്ങളെ കൂട്ടിച്ചേർത്ത ഒരു പ്രസ്ഥാനമാണ്. ആ നവോത്ഥാന നായകന്മാരുടെ ഓരോരുത്തരുടെയും കാര്യം എടുത്താൽ, ശ്രീനാരായണ ഗുരു ആയാലും ചട്ടമ്പി സ്വാമി ആയാലും, ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പറയുന്നത് ഒരുപാട് പേരുണ്ട്, 1-2 പേരൊന്നുമില്ല, ഒരു വലിയ കൂട്ടം ആളുകൾ, പല കാലത്തുള്ള, പല ജാതിയിൽ, പല മതങ്ങളിൽ, ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ അടക്കം, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് അടക്കം, വക്കം അബ്ദുൽ ഖാദർ മൗലവി അടക്കം ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തൊരു പ്രസ്ഥാനമാണ്. അതാണ് ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചത്. ആയുധമെടുത്ത് യുദ്ധം ചെയ്തോ, വിഭാഗങ്ങൾ, ജനങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ യുദ്ധം ചെയ്തോ അല്ല കേരള നവോത്ഥാനം നമ്മൾ നേടിയെടുത്തത്. ഒരു ചെറിയ കഥയിലൂടെ ഞാൻ ആ നവോത്ഥാനത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കാമെന്ന് കരുതുകയാണ്.
നമ്മൾ നവോത്ഥാനത്തിൽ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഐക്കണ്ണായിട്ട് നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു തിരുവിതാംകൂറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല. ഇതേപോലെ മലബാറിൽ അതേ കാലത്ത് നേരത്തെ മുഹമ്മദ് അഹമ്മദ് സാർ പറഞ്ഞ തീയ സമുദായത്തിൽ ജനിച്ച വാഗ്ഭടാനന്ദൻ അവിടെ മലബാർ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ പ്രത്യേകത, അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു. 2 മണിക്കൂറൊക്കെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് മദ്രാസിന് ഒരു പ്രസംഗ പര്യടനം നടത്തി. അദ്ദേഹം ഇപ്പോൾ ഈ സുരേഷ് ഗോപിയൊക്കെ പറയല്ലോ ഞാനിങ്ങ് എടുക്കുവാന്ന് എന്ന് പറഞ്ഞ പോലെ പറയാതെ എടുത്തയാളാണ്. വാഗ്ഭടാനന്ദൻ്റെ ഒരു പ്രസംഗം ഒരു സ്ഥലത്ത് നടന്നാൽ അവിടെ അദ്ദേഹം കയ്യിലെടുത്ത പോലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മാനസിക അടിമകളായി തീരുന്ന രീതിയിലുള്ള പാണ്ഡിത്യമേറിയ പ്രഭാഷണമായിരുന്നു. മദ്രാസ് വരെ പോയി തിരിച്ച് മംഗലാപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് തിരുവിതാംകൂറിലേക്കൊന്ന് വരണമെന്ന്. അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് ഒരു പ്രസംഗ പര്യടനം നടത്തി. ആ പ്രസംഗ പര്യടനം വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ വിവിധ ആളുകളാണ്. കോട്ടയത്ത് ആ സമ്മേളനം സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആലപ്പുഴയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, തോട്ടപ്പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അത് സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തെ സവർണരായ ആളുകളാണ്. കന്യാകുമാരിയിൽ പ്രസംഗ പര്യടനം അവസാനിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായി, ശ്രീനാരായണ ഗുരുവിനെ കാണണം. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ അദ്ദേഹം ചെന്നു. അതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. രണ്ടുപേരും കേട്ടിട്ടുണ്ട്. കണ്ട് സംഭാഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാഗ്ഭടാനന്ദൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്, നമുക്ക് കുഞ്ഞിക്കണ്ണൻ്റെ പ്രഭാഷണം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വാഗ്ഭടാനന്ദൻ പറഞ്ഞു, അങ്ങ് അധ്യക്ഷനായിരിക്കുമെങ്കിൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നമുക്കത് ശീലമില്ലല്ലോ, എങ്കിലും കുഞ്ഞിക്കണ്ണൻ്റെ പ്രഭാഷണം കേൾക്കേണ്ടതുകൊണ്ട് നാം അധ്യക്ഷനായിരിക്കാം. ഗുരുദേവൻ അധ്യക്ഷനായിരുന്നു. സമ്മേളനം തുടങ്ങി. ശിവഗിരിയിൽ അപ്പോൾ അവയിൽ ലഭ്യമായിട്ടുള്ള, നമ്മൾ അവയിൽ PB എന്നൊക്കെ പറയുന്ന പോലെ, അപ്പോൾ ഉള്ള ആളുകളെ വിളിച്ചു കൂട്ടി പെട്ടെന്ന് നടത്തിയൊരു സമ്മേളനമാണ്. കൂടി വന്ന ഒരു 50 പേര്, അതിനപ്പുറമൊന്നുമില്ല. അന്ന് ശിവഗിരി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ജനബാഹുല്യമുള്ളൊരു സ്ഥലമൊന്നുമല്ല, അധികം തീർത്ഥാടകരൊന്നുമില്ല. ശ്രീനാരായണ ഗുരു ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ പോലുള്ള ഒരു വലിയ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആളൊന്നുമല്ല. നാണുഗുരു, നാണുവാശാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത്. ആ 50ഓളം പേരുടെ മുമ്പിൽ വെച്ച് വാഗ്ഭടാനന്ദൻ്റെ പ്രസംഗം തുടങ്ങി 2 മണിക്കൂർ. വാഗ്ഭടാനന്ദൻ വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു. ഭാരതത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തെ അദ്ദേഹം ബഹുമാനിക്കുമെങ്കിലും വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു. അദ്ദേഹം 2 മണിക്കൂറും പറഞ്ഞത് വിഗ്രഹങ്ങളിൽ അർത്ഥമില്ല, വിഗ്രഹങ്ങളിലൂടെ അല്ല ദൈവത്തിലേക്ക് എത്തുന്നത് എന്നാണ്. പ്രസംഗം തീർന്നപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരി. സദസാകെ ഇളകി. എന്തുകൊണ്ടായിരിക്കാം? അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും കൂടുതലായി തിരുവിതാംകൂറിൽ, വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ ഒരു സാമൂഹിക ആചാര്യനായിട്ട് ഉയർന്നു വന്നയാളാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവാണ് പറയുന്ന വിഗ്രഹങ്ങളിൽ അർത്ഥമില്ല എന്ന പ്രഭാഷണം ശരിയെന്ന്. സദസ് ഇളകിയെന്ന് മാത്രമല്ല, എഴുന്നേറ്റ് നിന്നിട്ട് ചോദ്യം ചെയ്ത്, എന്ത് വർത്തമാനമായി പറയുന്നത്? നാണുവാശാൻ്റെ തലയ്ക്ക് സ്ഥിരത പോയോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഇനി ശിവപ്രസാദൻ പറ. സ്വാമി ശിവപ്രസാദൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ്. വാഗ്ഭടാനന്ദനെ പോലെ തന്നെ 2 മണിക്കൂർ സംസാരിക്കാൻ കഴിയുന്നയാളാണ് ശിവപ്രസാദ സ്വാമി. സംസാരം തുടങ്ങി. 2 മണിക്കൂർ ശിവപ്രസാദൻ സ്വാമി 2 മണിക്കൂറും പറഞ്ഞത് വിഗ്രഹങ്ങളിലാണ് എല്ലാം ഇരിക്കുന്നത്, മനുഷ്യൻ ദൈവത്തെ കാണുന്നത് വിഗ്രഹാരാധനയിലൂടെയാണ്, വിഗ്രഹങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം തരികയുള്ളൂ എന്ന്. പ്രസംഗം തീർന്നപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ശിവപ്രസാദൻ പറഞ്ഞത് ശരി. അപ്പോൾ ആളുകൾ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അവർ പലരും എഴുന്നേറ്റ് ചോദിച്ചു, ഇതെന്താണ് തലയ്ക്ക് സ്ഥിരതയില്ലാതായോ? എന്താണ് ഇപ്പോൾ ഒരേ കാര്യം തൊട്ടു മുമ്പ് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ കാര്യം ഇപ്പോൾ പറയുന്നു. വിഗ്രഹങ്ങളിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞത് ശരി എന്ന് പറഞ്ഞ അതേയാൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയുന്നു വിഗ്രഹങ്ങളിലാണ് എല്ലാം എന്ന് പറയുന്നത് ശരി. ഇതെങ്ങനെ ശരിയാവും? തികച്ചും വിരുദ്ധമായ കാര്യങ്ങൾ. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, അജ്ഞന്മാർക്ക് ശിവപ്രസാദൻ പറഞ്ഞത് ശരി, വിജ്ഞന്മാർക്ക് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരി.
അതായിരുന്നു ശ്രീനാരായണ ഗുരു. അതായിരുന്നു കേരള നവോത്ഥാനത്തിൻ്റെ പൊരുൾ. വിരുദ്ധമായ ആശയങ്ങളെ, വിരുദ്ധമായി ചിന്തിക്കുന്ന ജനക്കൂട്ടങ്ങളെ സംഘർഷമില്ലാതെ, ആയുധമെടുപ്പിക്കാതെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ കൂട്ടിയിണക്കുകയാണ് കേരള നവോത്ഥാനം ചെയ്തത്. അത് ഓരോ ആളിൻ്റെയും നവോത്ഥാനം സംബന്ധിച്ച് കുറച്ച് കൂടുതലായി വായിക്കുകയും പഠിക്കുകയും സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതുകയും ചെയ്തുകൊണ്ട് തർക്കമില്ലാതെ ഏതു സ്ഥലത്തും ഞാൻ പറയാം, കേരള നവോത്ഥാനം സംഘർഷത്തിൻ്റെ ഒരു പ്രസ്ഥാനമായിരുന്നില്ല, മറിച്ച് അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കൊടുക്കൽ വാങ്ങലിൻ്റെ പ്രസ്ഥാനമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നവോത്ഥാനത്തെപ്പറ്റി പറയുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും അല്ലാത്ത വേദികളിൽ നിന്നുകൊണ്ട് പറയുന്നത് കൃത്യമായും കേരള നവോത്ഥാനം 200 വർഷം കൊണ്ടോ അതിലധികം വർഷങ്ങൾ കൊണ്ടോ ആർജിച്ച നന്മകൾ മുഴുവനും റദ്ദു ചെയ്യുന്ന കാര്യങ്ങളാണ്. ജാതികളെ, നമ്മളെന്നോ ഉപേക്ഷിച്ച് കളഞ്ഞ ജാതി വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരുന്നു, ജാതികളെ തമ്മിൽ തല്ലിപ്പിക്കുന്നു, ജാതികളെയും മതങ്ങളെയും കൂടെ തമ്മിൽ തല്ലിപ്പിക്കുന്നു. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, കേരളത്തിൽ ഒരു ക്രിസ്തുത്വവാദിയോ ഒരു ഇസ്ലാമികവാദിയോ ഒരു ഹിന്ദുത്വവാദിയോ ഉണ്ടാക്കുന്ന വർഗീയതയെക്കാട്ടിലും കൂടുതൽ വർഗീയത ഉണ്ടാക്കുന്ന കേരളത്തിലെ എഴുത്തുകാരാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. വളരെ നിസ്സഹായമായി ഇത് കണ്ടു നിൽക്കുക എന്നുള്ളത് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മളും എഴുത്തുകാരനാണ്, എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആളുകളെ കൂട്ടിച്ചേർക്കാൻ എഴുതുന്നു. മറ്റു പലരും, അത് മലയാള സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന പലരും ആളുകളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടി എഴുതുന്നു. അവരൊരു പക്ഷേ അവർ എന്തൊക്കെയോ കണ്ടെത്തുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ. അതായത് 200 വർഷം മുമ്പുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുവാനാണ്. നമ്മൾ നവോത്ഥാനത്തിലൂടെ അറിയിച്ച എല്ലാ നന്മകളും, മലയാള സാഹിത്യത്തിലെ പുതിയ കാല കഥകളും നോവലുകളും കവിതകളും എല്ലാം എന്ന് ഞാൻ പറയില്ല, കുറേയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ മനസ്സിരുട്ടിലേക്ക് പോകും. അത് കേരളത്തിലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇരുട്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇരുട്ടിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു നാടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യാതൊരു സംശയവുമില്ല സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അത് സാഹിത്യ പ്രവർത്തനമാകാം, മറ്റു തരത്തിലുള്ള കലകളാവാം, ചിത്രരചനയാവാം, ഏത് തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും നമുക്ക് പറ്റും. അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് അച്ഛൻ്റെ ഈ പുസ്തകം. അച്ഛൻ്റെ പുസ്തകം ഞാനിത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്, അതിപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഈ സംഘർഷത്തിൻ്റെ കാലത്ത് സമാധാനത്തിൻ്റെ ഒരു മാന്ത്രിക ദണ്ഡെടുത്ത് അച്ഛനിങ്ങനെ വായനക്കാരൻ്റെ തലയിൽ തൊടുകയാണ്. സ്നേഹത്തിൻ്റെ ദണ്ഡെടുത്ത് വായനക്കാരൻ്റെ തലയിൽ തൊടുകയാണ്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹം മഹത്തായ ക്രിസ്തുവിൻ്റെ പൈതൃകം, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ ആഴത്തിലും പരപ്പിലും പഠിക്കുകയും അതേപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കേരള നവോത്ഥാനം പറഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി പറയാത്തത്. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ക്രിസ്തു ലോകത്തിലെ, നമ്മളെന്തിനു വേണ്ട, ലോകത്തിലെ മഹാന്മാരായ ആളുകളെല്ലാം, മഹാത്മാഗാന്ധി അടക്കം എല്ലാവരും ആളുകളെ സ്നേഹം കൊണ്ട് കൂട്ടി യോജിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ദൗത്യം സ്നേഹം കൊണ്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. ആ ദൗത്യമാണ് അച്ഛൻ നിർവഹിച്ചിരിക്കുന്നത്. ബൈബിൾ പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ചൊരു പറയുടെയോ കട്ടിലിൻ്റെയോ അടിയിൽ വയ്ക്കരുത്, അതൊരു വിളക്ക് കാലിൽ വയ്ക്കണം. ഒരു വിളക്ക് കാലിൽ വെച്ച ഒരു വിളക്കാണ് ഈ പുസ്തകം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ ഉവർപ്പ് നഷ്ടപ്പെട്ടാൽ അതെന്തിനു കൊള്ളും? ആളുകൾ ജനലിലൂടെ പുറത്തേക്കെറിയും, മറ്റു മനുഷ്യർ ചവിട്ടി നടക്കും. ഉവർപ്പ് നഷ്ടപ്പെടാത്ത ഉപ്പുപരലുകളായി മാറാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മളെ കരുത്തരാക്കുന്ന നല്ല പുസ്തകങ്ങൾ, മഹത്തായ പുസ്തകങ്ങൾ, അതിലൊന്നാണ് ബൈബിൾ. അതേപോലെ ഈ കാലത്തിന് നമുക്ക് സമ്മതിക്കാവുന്ന മറ്റൊരു മികച്ച പുസ്തകമാണ് അവസാനത്തെ അതിഥി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പ്രകാശനം നിർവഹിക്കും. ഇന്നിവിടെ സ്ഥിര സാഹിത്യ സമ്മേളനം എന്നൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ
ചിലതുകൂടി ഏതാനും വാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാം. നമ്മൾ കേരളത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയാണ് നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിൻ്റെ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പമ്പാ നദിയുടെ സംസ്കാരം പറയും, നിലാനദിയുടെ സംസ്കാരം പറയും, അതുപോലെ പടയണി പറയും, കെട്ടുകാഴ്ച പറയും, കഥകളി പറയും, നാടൻ പാട്ടുകൾ പറയും. നാടൻ പാട്ടുകൾ പറയുമ്പോൾ പൊതുവെ ആദിവാസികളുടെ പാട്ടുകളും കുട്ടനാട്ടിലെ കൊയ്ത്തുപാട്ടുകൾ അതുപോലുള്ള പാട്ടുകളൊക്കെയാണ് പറയുന്നത്. പക്ഷേ കടലോരത്തിന് ഒരു വലിയ പൈതൃകമുണ്ട്. എൻ്റെ സുഹൃത്ത് ജാക്സൺ ആറാട്ടുകുളം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയ ഒരു വീഡിയോ കുറച്ചു കാലം മുമ്പ് ഞാൻ കേൾക്കുന്നുണ്ട്. കടലിൻ്റെ പാട്ടുകളെ പറ്റിയാണ്. എത്രയോ പാട്ടുകളാണ്. 10 തണ്ടും പനന്തണ്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, സ്നേഹം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, വലിയ മീൻ കൊയ്ത്ത് കിട്ടുമ്പോഴൊക്കെ പാടിയിരുന്ന പാട്ടുകൾ. അത് ഈ തീരത്തിൻ്റെ സംസ്കാരം. 91 കാര്യം ഞാൻ പറഞ്ഞു. അച്ഛനെ പരിചയപ്പെടുമ്പോൾ അച്ഛൻ ഒരു ദിവസം കൊണ്ടുവന്ന വാർത്ത ദേവാസ്ത വിളി പുനരാരംഭിക്കുന്നതിനെ പറ്റിയാണ്. അത് ഈ തീരത്തിൻ്റെ സംസ്കാരമാണ്. ചവിട്ട് നാടകം അത് ഈ തീരത്തിൻ്റെ സംസ്കാരമാണ്. ഇവിടെ പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാരുണ്ട്. നമുക്കറിയാം, സെബാസ്റ്റ്യൻ പള്ളിത്തോട്, കെ എ സെബാസ്റ്റ്യൻ, PF മാത്യൂസ്, ഫ്രാൻസിസ് നൊറോണ, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ഷാർബിൻ സന്ധ്യാവ്, ഒത്തിരി എഴുത്തുകാരുണ്ട്. അപ്പോൾ അതായത് തീരദേശത്തിന് നമ്മൾ മണ്ണിൻ്റെ മണമുള്ള സംസ്കാരം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഇത് കടലിൻ്റെ മണമുള്ള സംസ്കാരം, മീനിൻ്റെ മണമുള്ള സംസ്കാരം, ജീവിതത്തിൻ്റെ മണമുള്ള സംസ്കാരം. അത്രയ്ക്ക് ഗംഭീരമായ സംസ്കാരമുള്ള ഒരു പ്രദേശത്തു നിന്നുകൊണ്ട് തീരസാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ സന്തോഷമറിയിച്ചുകൊണ്ട് ആ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷമറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വേദിയിലുണ്ട്. അവരോടൊക്കെ എൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച പ്രിയപ്പെട്ട സദസ്യർക്കുള്ള സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.